വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റേഷനരി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ്. വീട്ടിലെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു നെയ്ച്ചോറ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നെയ്ച്ചോറ് വെക്കുന്നത് റേഷനരി വെച്ചിട്ടാണ്. റേഷനരി കൊണ്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് റെസിപ്പിയാണ് ഇതിൽ കാണിക്കുന്നത്. നെയ്ച്ചോറ് തമ്മിൽ ഒട്ടിപ്പിടിച്ച് പോവാതെ തന്നെ നല്ല പെർഫെക്റ്റ് നെയ്ച്ചോറ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും ഇതിൽ പറയുന്നുണ്ട്. ഈ റേഷനരിയിലുള്ള ഈ കറുപ്പ് അരികളൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. ഇനി ഈ റേഷനരി നന്നായിട്ടൊന്ന് കഴുകി എടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം. നമ്മുടെ അരികൾ തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കുതിർത്ത് വെച്ചതിന് ശേഷം ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ റേഷനരി ഉപയോഗിച്ച് നമ്മൾ സാധാ ചോറ് വെക്കുകയാണെങ്കിൽ കൂടിയും ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചോറൊന്നും ഒട്ടിപ്പിടിക്കില്ല. ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഓയിലിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ നെയ്ച്ചോറ്. നെയ്യും ഓയിലും മിക്സ് ചെയ്തിട്ടും നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ എടുക്കുന്നത് 2 സ്പൂണ് നെയ്യും അതേപോലെ ബാക്കി ഓയിലും ആണ് എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെയിം ഗ്ലാസ്സിന് തന്നെ 4 ഗ്ലാസ് റേഷനരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 ഗ്രാമ്പൂ, 2 കഷ്ണം പട്ട, 3 ഏലക്ക എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ കളറ് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഗ്ലാസ്സിന് തന്നെ 8 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം കുറച്ച് 7 ഗ്ലാസ്സാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണല്ലോ നമ്മൾ നെയ്ച്ചോറിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിൽ വെക്കുന്നത് കൊണ്ട് 1 ഗ്ലാസ് വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റിന് ശേഷം കുതിർത്ത് വെച്ചിട്ടുള്ള അരി നമുക്കൊന്ന് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് പൂക്കിയെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ച് വെക്കാം. ഒരു വിസിലടിഞ്ഞ് രണ്ടാമത്തെ വിസിലടിയുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിത് ഓഫാക്കി എടുക്കണം. ഒരു വിസിലടിഞ്ഞ് രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നെയ്ച്ചോറിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉള്ളി ഒന്ന് പൊരിച്ചിടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് തികച്ചും ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൽ അണ്ടി, മുന്തിരി ഒന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ അവസാനമാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. സവാള ഒക്കെ ഒന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ ആവിയൊക്കെ പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ നെയ്ച്ചോറൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല വിട്ട് തന്നെ നമ്മുടെ റൈസൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചോറുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല വിട്ട് തന്നെയാണ് നമ്മുടെ റൈസൊക്കെ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നെയ്ച്ചോറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടൊക്കെ ഉണ്ട്. കറക്റ്റ് പാകത്തിന് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. റേഷനരി വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറാണ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു നെയ്ച്ചോറ് തന്നെയാണ് ഇത്. കുട്ടികൾ പറയുമ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു നെയ്ച്ചോറാണ് ഇത്.
അപ്പോൾ ചിക്കനൊന്നും ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നെയ്ച്ചോറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണയോ ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ ഒരു നെയ്ച്ചോറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസുമായി വീണ്ടും കാണാം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.